ഞാൻ വളരെ കൂടുതൽ ജനകീയനാണ്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. എനിക്ക് പ്രവർത്തകരും ജനങ്ങളുമാണ് എൻ്റെ ശക്തി. 2023 ജൂലൈ 18 കരിമേഘങ്ങൾ നിഴൽ വീഴ്ത്തിയ മഴദിനത്തിൽ ഇടിമിന്നൽ പോലെ ആ വാർത്തയെത്തി. ഉമ്മൻചാണ്ടി വിട പറഞ്ഞു. പെയ്യാൻ മടിച്ചു നിന്ന കാർമേഘങ്ങൾക്ക് കീഴെ കേരളം കണ്ണീർ പുഴയായൊഴുകി. പിന്നാലെ ഇടിച്ചുകുത്തി പെയ്യാൻ തുടങ്ങി കാലവർഷം. ഒരു രാഷ്ട്രീയ നേതാവ് എത്രത്തോളം ജനഹൃദയങ്ങളിൽ ഇടം നേടിയിട്ടുണ്ടെന്ന് നാടറിയുകയായിരുന്നു. ഉമ്മൻചാണ്ടി അവശേഷിപ്പിച്ചുപോയ ശൂന്യത കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. കോൺഗ്രസിൽ കാറും കോളും ഉയരുമ്പോൾ, UDF ഒന്നുലയുമ്പോൾ ആ കപ്പിത്താനെ എല്ലാവരും ഓർക്കും. കേരളം പുഞ്ചിരിക്കുന്ന ക്ഷേമമുഹൂർത്തങ്ങളിൽ, വികസനത്തിന്റെ സൈറൺ മുഴങ്ങുന്ന പുതുകാലങ്ങളിൽ നാട് ഒരു ഭരണാധികാരിയുടെ ദീർഘദർശനം അനുഭവിച്ചറിയുന്നു. എപ്പോഴും ഊർജം പ്രസരിപ്പിക്കുന്ന പവർ ഹൗസ് എന്ന വിശേഷണം ഉമ്മൻചാണ്ടിക്ക് പണ്ടേ ചാർത്തിക്കിട്ടിയതാണ്. ആളും ആരവവുമാണ് അദ്ദേഹത്തിന്റെ പൊതുജീവിതത്തിന് എന്നും അകമ്പടി സേവിച്ചിരുന്നത്. ഉമ്മൻചാണ്ടി എന്ന പേര് പോലെ തന്നെ സമാനതകളില്ലാത്തതാണ് ആ ജീവിതവും. ഉമ്മൻചാണ്ടി ജനിച്ചത് തന്നെ രാഷ്ട്രീയക്കാരനാകാനാണ്. എഞ്ചിനീയർ ആകണമെന്ന മോഹം ഉള്ളിലെവിടെയോ ചെറുപ്പത്തിലുണ്ടായിരുന്നു. എന്നാൽ ജനമനസ്സുകളുടെ സ്നേഹവാത്സല്യങ്ങളിൽ പടുത്തുയർത്തപ്പെട്ടത് കേരളം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു നേതാവായിരുന്നു. കുടുംബവക സ്കൂളിൽ KSUവിന്റെ സമരത്തിനിറങ്ങി കാലുമുറിഞ്ഞ് ചോരയൊലിപ്പിച്ച് തുടങ്ങിയതാണ് രാഷ്ട്രീയ ജീവിതം. വിവാദങ്ങളുടെ കൊടുങ്കാറ്റുയരുമ്പോഴും അലസമായി പാറി നടക്കുന്ന തന്റെ മുടിയിഴകൾ പോലെ അതിനെ അതിന്റെ പാട്ടിന് വിട്ട് അതിവേഗം ബഹുദൂരം നടന്നു നീങ്ങുന്നതാണ് ഉമ്മൻചാണ്ടി ശൈലി. നേതാക്കളുടെയും ഭരണകർത്താക്കളുടെയും സാമ്പ്രദായിക രീതികളിൽ നിന്ന് വഴിമാറി നടന്നു എന്നതാണ് ഉമ്മൻചാണ്ടിയുടെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. മുൻഗാമികൾ വെട്ടിത്തെളിച്ച പാതകളിലൂടെയുള്ള സുഗമയാത്ര അദ്ദേഹത്തിന് വശമുണ്ടായിരുന്നില്ല. ഏതെങ്കിലും വാർപ്പ് മാതൃകകൾ ജീവിതത്തിൽ പകർത്തിയിട്ടുമില്ല. ഇനി ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഉമ്മൻചാണ്ടിയെ അനുകരിക്കാമെന്ന് മാത്രം. കേരളം ഉമ്മൻചാണ്ടിയെ ഒരേ രീതിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. കക്ഷത്തിലും കയ്യിലും എപ്പോഴും നിവേദനങ്ങളും ഫയലുകളും, പിന്നെ ഒരു പേന, ചെവിയിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ഫോൺ. ഈ ദൃശ്യം മലയാളികൾക്കേറെ സുപരിചിതം. തന്റെ കയ്യിലുള്ള ഓരോ തുണ്ട് കടലാസിലും ഒരു ജീവിതമുണ്ടെന്ന് ഉമ്മൻചാണ്ടിക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫയലുകളിൽ തീരുമാനമെടുക്കാൻ ഒരിക്കലും വൈകിച്ചിട്ടില്ല. പുലരുവോളം ഫയലുകൾ നോക്കി തീരുമാനമെടുക്കുമ്പോൾ അകലെ എവിടെയോ പുതിയൊരു ജീവിതത്തിന്റെ പുലരി വെളിച്ചമുദിച്ചിട്ടുണ്ടാകും. ഇനി കലണ്ടർ താളുകൾ എത്ര മറിഞ്ഞാലും ഉമ്മൻചാണ്ടിക്ക്, പുതുപ്പള്ളിയുടെ കുഞ്ഞൂഞ്ഞിന് ജനഹൃദയങ്ങളിൽ മരണമില്ല. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ഇട പറഞ്ഞ് 1 വർഷം പൂർത്തിയാകുമ്പോഴേക്കും ഉമ്മൻചാണ്ടിക്ക് കേരളം നൽകിയ യാത്രയയപ്പ് ജനമനസ്സുകളിൽ ഇപ്പോഴുമുണ്ട്. പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ രാവും പകലും മറന്നാണ് അന്ന് ജനം കാത്തിരുന്നത്. ഇപ്പോഴും പുതുപ്പള്ളി പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് ആ പ്രവാഹം തുടരുകയാണ്. ആ യാത്ര കേരളം എങ്ങനെ മറക്കും? 3 രാവും പകലും നീണ്ട ഉമ്മൻചാണ്ടിയുടെ തലസ്ഥാനത്ത് നിന്ന് പുതുപ്പള്ളിയിലേക്കുള്ള അവസാന യാത്ര. 4 മണിക്കൂറോളമാണ് തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്കുള്ള യാത്രയ്ക്ക് സാധാരണ വേണ്ടത്. അന്ന് പക്ഷേ ആ പതിവ് തെറ്റി. വിലാപയാത്ര ജഗതിയിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതു മുതൽ പ്രിയ നേതാവിനെ കാണാൻ പ്രളയം പോലെയാണ് ജനം വഴികളിലേക്ക് ഒഴുകിയെത്തിയത്. വിശപ്പും ദാഹവും അങ്ങനെ എല്ലാം മറന്നവർ കാത്തിരുന്നത് മണിക്കൂറുകൾ. ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ ജനങ്ങൾക്ക് എത്ര പ്രിയങ്കരനാണെന്ന് കേരളം അന്നറിഞ്ഞു.
കേരളവും പുതുപ്പള്ളിയും സങ്കടക്കടലായ കാഴ്ച. ഉമ്മൻചാണ്ടി മണ്ണിലേക്ക് മടങ്ങിയിട്ടും പിന്നെയും ആയിരങ്ങൾ പുതുപ്പള്ളിപ്പള്ളിയിലെ കല്ലറയിലേക്ക് ഒഴുകിയെത്തി. സങ്കടങ്ങളും നിവേദനങ്ങളും ആ കല്ലറയിൽ സമർപ്പിച്ചു. അതിൽ പ്രായഭേദമന്യേയുള്ള ആളുകളുണ്ടായിരുന്നു. ഇന്നും അത് തുടരുന്നു. എന്നും ജനങ്ങൾക്കിടയിൽ ജീവിക്കാൻ കൊതിച്ച ആ മനുഷ്യനെ തേടി അവർ ഇപ്പോഴും എത്തുന്നു. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.